നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സോറി സർ, ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. ഇത് തികച്ചും ഒരു പേഴ്സണൽ മാറ്ററാണ് സർ. തുറന്നു പറഞ്ഞ സാറിന്റെ തന്നെ ഫോഴ്സിലുള്ള ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു ചിന്ന റെക്കമെൻഡേഷൻ കഴിയുമെങ്കിൽ മതി സർ. ഓക്കെ സർ, ഞാൻ ക്യാമ്പ് ഓഫീസിലേക്ക് വരാം. താങ്ക് യു സർ. വക്കീല് വലിയ തിരക്കിലാണെന്ന് തോന്നുന്നു. അതെ, ഗോവയിൽ നിന്ന് നിറയെ മയക്കുമരുന്നുമായി ഒരു കണ്ടെയ്നർ വിഴിഞ്ഞ പോർട്ടിൽ അടുക്കുന്നുണ്ട്. എന്താ? ഓ, ജോക്ക് 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 ജോക്ക്, ഐ ലൈക്ക് ഇറ്റ്. ഞാൻ കരുതി ഡോക്ടർ നിരഞ്ജൻ ആശുപത്രിയിലായതിന്റെ അടുത്ത നടപടിക്രമങ്ങൾ പ്ലാൻ ചെയ്യായിരിക്കുമെന്ന്. എന്ത് നടപടിക്രമങ്ങൾ? അല്ല, ഒരു രോഗമില്ലാത്ത ഒരാള് പൊടുന്നനെ രോഗിയായി മാറുന്നു, തല ചുറ്റി വീഴുന്നു. ജയിലിലെ ഡോക്ടറുടെ സേവനം പോലും ലഭ്യമാകുന്നതിന് മുമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ കുക്ക്ഡ് അപ്പ് സ്റ്റോറി. വാട്ട് എ സ്ക്രീൻ പ്ലേ മാൻ. നിന്റെ ഈ കുറുക്കൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നിനക്ക് അങ്ങനെ തോന്നും. ആയിരിക്കും. എനിവേ, എനിക്ക് വക്കീലിനോട് ഒരുപാട് നന്ദിയുണ്ട്. എന്തിന്? കൂട്ടിൽ സുരക്ഷിതനായി കഴിഞ്ഞിരുന്ന എന്റെ ഇരയെ കൂട് തുറന്നുവിട്ട് സ്വതന്ത്രനാക്കിയതിന്, എന്റെ ഗൺ പോയിന്റിൽ എത്തിച്ചതിന്. ബാഗ്ദാദിൽ വെച്ച് ചാവേണ്ടവൻ ബാഗ്ദാദിൽ വെച്ച് തന്നെ ചാവണം എന്നല്ലേ? അതാണ് വിധിയുടെ സ്കെച്ചിങ്. മരണം ചോദിച്ചു വാങ്ങാൻ അവൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ബാഗ്ദാദിലേക്ക് പോവും. നിനക്ക് നിരഞ്ജൻ ഡോക്ടറുടെ നിഴലിനെ പോലും തൊടാനാവില്ല. നമുക്ക് നോക്കാം വക്കീലെ. ഇനി നിരഞ്ജൻ ഡോക്ടർ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന എന്റെ ആഗ്രഹം. എങ്കിൽ എന്റെ ആളുകളുടെ പണി കുറച്ചുകൂടെ എളുപ്പമായി. ഒളിവ് ജീവിതത്തിനിടയിൽ നിരഞ്ജൻ ഡോക്ടർ കൊല്ലപ്പെടും. അതിന്റെ ക്രെഡിറ്റ് കേരള പോലീസ് എടുത്തോട്ടെ. നോ പ്രോബ്ലം. എന്തായാലും വക്കീൽ കറുത്ത കോട്ട് തേച്ച് മടക്കി വെച്ചോ. നിരഞ്ജൻ ഡോക്ടർക്ക് വേണ്ടി കോടതിയിലിടാൻ കഴിഞ്ഞില്ലെങ്കിലും അയാളുടെ ശവോടക്കിനിടാം. കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് നിന്റെ ഇരയല്ല, നിന്റെ ചോര മണത്ത വേട്ടപ്പുലിയ. അതുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ നിന്റെ ദുരൂഹ മരണത്തിന്റെ പേരിലുള്ള വിചാരണ കോടതിയിൽ നടക്കുന്നത് ഞാൻ കാണേണ്ടി വരും. ഗുഡ് ലക്ക്. ദേവിക മാഡം, ഇത് കോടതിയല്ല, അമ്പല. അതെയോ? ഇടയ്ക്ക് ദേവി ഒന്ന് തൊഴാന്ന് വെച്ചു. എങ്കിൽ വേഗം പോയി തൊഴുതോ. ആദ്യം ദേവിയോട് ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ദേവി. ദൈവദോഷം പറയല്ലേ, പോയി തൊഴാൻ നോക്ക്. നീക്കടോ, പറയട്ടെ. ഇന്ന് സുധിയേട്ടന്റെ പക്കപ്പിറന്നാളാണല്ലേ? അതെ. എങ്ങനെ അറിഞ്ഞു? സുധിയേട്ടന്റെ ഹൃദയം എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജനിച്ചവരാണെന്ന്. ഓ പിന്നെ, അത് ചുമ്മാ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആശുപത്രി റെക്കോർഡ്സിൽ നിന്ന് ചെകഞ്ഞെടുത്ത ആളല്ലേ? അച്ഛനമ്മയും വല്ലതും പറഞ്ഞായിരുന്നോ? പിന്നെ പറയാതിരിക്കോ? താൻ അവരുടെ മരുമകളാണെങ്കിലേ ഞാൻ അവരുടെ മകനാ. അത് വേണ്ട, അത് വേണ്ട. അച്ഛന്റെ അമ്മയുടെയും കാര്യത്തിലേ ഞാൻ വളരെ പൊസസീവാ. ആയിക്കോട്ടെപ്പാ. ആട്ടെ, എന്തൊക്കെ പ്രാർത്ഥിച്ചു? അത് സുധേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. സ്വർഗത്തിലുള്ള
എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ സുധിയേട്ടനും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ നിരഞ്ജൻ ഡോക്ടർ എത്രയും വേഗം പുറത്തു വരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോ എനിക്ക് വേണ്ടി മാത്രമൊന്നും പ്രാർത്ഥിച്ചില്ലേ? വക്കീലിന് വേണ്ടി ഞാൻ എന്ത് പ്രാർത്ഥിക്കാനാ? ആ, ഇനി വക്കീലിന് അസുഖങ്ങളോ അപകടങ്ങളോ ഒന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചേക്കാം, പോരെ? അല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അത് ബാധിക്കുന്നത് എന്റെ സുധിയേട്ടന്റെ ഹൃദയത്തെ തന്നെയല്ലേ? അപ്പോ എനിക്ക് വേണ്ടി മാത്രമൊന്നും പ്രാർത്ഥിക്കാനില്ലേ? എന്ത് പ്രാർത്ഥിക്കാനാ? വക്കീലിന് കൂടുതൽ കേസുകൾ കിട്ടണമെന്നോ? അങ്ങനെ വന്നാ നാട്ടിലെ കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികളുടെ ഒക്കെ എണ്ണം കൂടത്തില്ലേ? അപ്പോ ഡോക്ടർമാർക്ക് കൂടുതൽ രോഗികളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? പിന്നെ പുതിയ പുതിയ രോഗങ്ങൾ വരാനും പ്രാർത്ഥിക്കാം. ശോ, ഇതിപ്പോ ഞാൻ പെട്ടല്ലോ. ആ, ഒരു കാര്യം ചെയ്യാം. വക്കീല് വാദിക്കുന്ന കേസിലെ നിരപരാധികളെല്ലാം രക്ഷപ്പെടണേന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ എല്ലാവരുടെ രോഗങ്ങളും പെട്ടെന്ന് ഭേദമാകണേന്ന് പ്രാർത്ഥിക്കാം, പോരെ? ഓ മതിയേ. അപ്പൊ ശരി, എനിക്ക് പോവാലോ അല്ലേ? ആ, ഇത്തിരി ചന്ദനം തന്നിട്ട് പോടോ. ചന്ദനെ അകത്തുനിന്ന് കിട്ടും. ഇതിന്ന് ഇത്തിരി മതിയടോ. ആ, സുധിയേട്ടന്റെ പേരിൽ കഴിപ്പിച്ച പ്രസാദമല്ലേ? നീ- അല്ലടാ സിദ്ധു, നീ എന്താടാ നിന്റെ ഓഫീസ് തുറക്കുന്ന നീട്ടിക്കൊണ്ടു പോകുന്നത്? അതെ, ഞാനും അത് തന്നെ ചോദിക്കാനിരിക്കുകയായിരുന്നു. നീ വീണ്ടും സീരിയസ് ആയി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു ഓഫീസ് വേണം. അതാ അതിന്റെ ഒരു പ്രൊഫഷണലിസം. അതിപ്പോ ഓഫീസൊക്കെ പതിയെ തുറന്നാ മതിയെന്നാവും സിദ്ധുവേട്ടന്റെ ആലോചന. അതെന്താ? അല്ല, നിരഞ്ജൻ ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് വേണമല്ലോ ഉദ്ഘാടനം നടത്താൻ. അത് ശരിയാ. അത് തന്നെയാ ശരി. കുഞ്ഞളിയൻ കേസ് വാദിച്ച് ജയിപ്പിച്ച ഒരാൾ തന്നെ കുഞ്ഞളിയന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. നിരഞ്ജൻ ഡോക്ടർ ആദ്യം കുഞ്ഞളിയനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഇപ്പോ ഇതാ പ്രൊഫഷനിലേക്ക്. ഓ, ഭയങ്കരം. ഇവനെ പ്രൊഫഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിരിക്കും അയാള് കണ്ടവരുടെ കഴുത്ത് കണ്ടിച്ചത്. എന്റെ പ്രേമെ, ഒന്ന് നിർത്ത്. ഇവിടെ ഇപ്പൊ സംസാരിക്കുന്ന സിദ്ധുവിന്റെ ഓഫീസ് കാര്യമാ. പിന്നെ അല്ലാതെ. ആ, അമൃതൻ ഓഫീസ് റൂം നോക്കുന്ന കാര്യം എന്തായി? നോക്കിക്കൊണ്ടിരിക്കുക. വഞ്ചൂര് ഭാഗത്ത് തന്നെയാ നോക്കുന്നത്. കോടതിയുടെ അടുത്താവുമ്പം അളിയന്റെ ക്ലയൻസിനും സഹായമല്ലേ? എങ്കിൽ പിന്നെ പൂജപ്പുര ജയിലിനടുത്ത് മുറി നോക്കുന്നതാവും നല്ലത്. സിദ്ധുവേട്ടന്റെ ക്ലയൻസിനും അതാവും സൗകര്യം. നീ മേടിക്കും കേട്ടോ. മര്യാദക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടേ പോവാൻ നോക്ക്. അല്ലടാ സിദ്ധു, നിനക്കൊരു ഓഫീസ് അസിസ്റ്റന്റ് വേണ്ടേ? അല്ല, ഈ ഫയലൊക്കെ അടയ്ക്കാനും അടുക്കി പറക്കി വെക്കാനും കക്ഷികളെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ. പിന്നെ വേണ്ടേ ഫ്രണ്ട് ഓഫീസ് മാനേജർ. ആ, നിലവിൽ ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്കൊരു ജോലിയാവും. പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. എന്തിനടി? ആ ദേവികയെ തന്നെ വിളിച്ചാ പോരെ? ഞാൻ ഈ ഭക്ഷണം കഴിക്കണോ അതോ എഴുന്നേറ്റ് പോണോ? ഛേ, ഞാനൊരു തമാശ പറഞ്ഞല്ലടാ. ഓ, വലിയ തമാശ വേണ്ട. രണ്ടുപേരോടും കൂടാ പറഞ്ഞത്. അതെ അതെ അതെ, ഒരുപാട് തമാശ കേട്ടാൽ ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് ഭക്ഷണം നിറയെ കയറും, ചത്തുപോവും. വിശാൽ സാറേ, ഞാൻ വീണ്ടും പറയുക, ഡോക്ടർ നിരഞ്ജന്റെ ആശുപത്രിവാസത്തിന് പിന്നിൽ എന്തോ ഒരു കളി മണക്കുന്നുണ്ട്. അയിനോ, എനിക്കറിയാതെ. നിരഞ്ജൻ കളിക്കട്ടെ. ആ കളി അവസാന വിസിലിന് മുമ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യും. നിരഞ്ജൻ തോൽക്കും. എനിക്കതങ്ങോട്ട് തോന്നുന്നില്ല. അത് ചിലപ്പോ
ഡോക്ടർ നിരഞ്ജനെ മാത്രം വിശാൽ സാറിന് പരിചയമുള്ളതുകൊണ്ട്. സാമ്പ്രാണിക്കൂടി കായലില് വള്ളം തുഴഞ്ഞ് നടന്നിരുന്ന ഒരു പൂവരണി നിരഞ്ജനുണ്ടായിരുന്നു. അത്യാവശ്യം അടിതടയും വെല്ലുവിളിയും വാൾപ്പയറ്റും ഒക്കെ നടന്നിരുന്ന നിരഞ്ജൻ. ഞാനിത് എന്റെ റൂട്ടിലൂടെ തേടി പിടിച്ചറിഞ്ഞതാ. മിന്നൽ പോലെ വന്ന് നല്ല മിന്നൽ വേഗത്തിൽ കൊടുക്കേണ്ട പണി കൊടുത്തിട്ട് പോകുന്നതിനാ പൂവരണി നിരഞ്ജൻ. അതുകൊണ്ട് തന്നെ ആളൊരു തലകറക്കം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്നത് വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നിയെന്ന് ശരത്തിനോട് ആരാ പറഞ്ഞേ? നമ്മുടെ ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ. നിരഞ്ജന്റെ ഓരോ ചലനങ്ങളും അവർ വാച്ച് ചെയ്യുന്നുണ്ട്. വക്കീലേ സർ, ഇന്നത്തെ ഹോസ്പിറ്റൽ റിപ്പോർട്ട് എന്തൊക്കെയാ? സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് റസൂൽ എന്ന പോലീസുകാരനാണ് സ്പെഷ്യൽ ഡ്യൂട്ടി. നിരഞ്ജന് കാവൽ.